നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 22-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് ധനുമാസം 7-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ശകവർഷം പൗഷമാസം 1-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:34 അസ്തമയം വൈകുന്നേരം 6:05 ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ്. സപ്തമി തിഥി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:35 വരെ ഈ സപ്തമി തിഥി ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച ദിവസം രാവിലെ 6:16 ഈ ഉത്ര നക്ഷത്രം 60 നാഴികയിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 9:11 അപ്പോൾ ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ടും ഈ നക്ഷത്രമുണ്ട്. പിന്നെ നക്ഷത്രം തീരുന്നത് തിങ്കളാഴ്ച രാവിലെ 9:11 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ഉത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 6:16 മുതൽ, അതായത് ഞായറാഴ്ച രാവിലെ 6:16 മുതൽ ഉച്ചയ്ക്ക് 12:16 വരെ ജനിക്കുന്ന കുട്ടികൾ ഉത്രം കാൽ നക്ഷത്ര ജാതകരാണ്. ചിങ്ങക്കുറിൽപ്പെട്ട ഉത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഉത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കുറിലുമാണ്. അപ്പോൾ കന്നിക്കുറിലുള്ള 3 പാദം നക്ഷത്രത്തിനെ എന്താണ് പറയുന്നത്? ഉത്രം മുക്കാൽ എന്ന് പറയുന്നു. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഞായറാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ ഉച്ചയ്ക്ക് 12:16 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിലെ ഉത്രം കാൽ നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉത്ര നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ ചിങ്ങക്കുറിലാണോ കന്നിക്കുറിലാണോ എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ഉത്ര നക്ഷത്ര പ്രകാരം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉത്ര നക്ഷത്ര പ്രകാരം പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം, പൂയം, തിരുവാതിര എന്നീ 3 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ജ്യോതിഷം നൽകുന്നു. അപ്പോൾ അത് കേട്ട് അതിൽ വിശ്വസിച്ചൊക്കെ പ്രതിസന്ധികളെ അതിജീവിച്ചാൽ ജീവിത വിജയം ഉണ്ടാകും. കാരണം നമ്മൾ പ്രശ്നങ്ങളൊന്നും ആകപ്പെടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതിനാണ് ഈ മുന്നറിയിപ്പായിട്ട് എന്നും പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി അത് കേട്ട് മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. സാമാന്യ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നതാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് പറയാൻ പോകുന്നത്. ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:34 മുതൽ 9:34 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:04 മുതൽ ഉച്ച കഴിഞ്ഞ് 3:34 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതായത് ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസത്തെയും ശുഭസമയം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ ഉണ്ട്. രാവിലെ 6:34 മുതൽ 9:34 വരെയുള്ള സമയം ശുഭസമയമാണ്. 6:34 മുതൽ 9:34 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് പിന്നീട് 11:04 മുതൽ ഉച്ച കഴിഞ്ഞ് 3:34 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി വരുമ്പോൾ 22 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. അപ്രകാരം 4 വരുന്നവർക്ക് ഈ ഞായറാഴ്ച ദിവസം അനുകൂലമാണോ പ്രതികൂലമാണോ ഇല്ല നമുക്കറിയാം. 4 വരുന്നവർക്ക് ഞായറാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, മഞ്ഞ, നീല, ഇളനീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പേരിൽ DMT എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനുകൂലമായ ദിവസമാണ്. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി എന്ത് ചെയ്യണം? പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക.
അപ്പോൾ ഉത്തമമായ ഫലങ്ങൾ വരും. ഇനി പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും മഞ്ഞ, നീല, ഇളനീല വസ്ത്രങ്ങൾ ധരിച്ചാലും നല്ല സാമാന്യ ഫലങ്ങളൊക്കെ വന്നു തരും. എന്താണെങ്കിലും അനുകൂലമായൊരു ദിവസമാണ് ഈ തീയതികളിൽ ജനിച്ചവർക്ക്. ഏതൊക്കെ ദിവസമാണ്? ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് അനുകൂലമായ ദിവസം. ഇനി മറ്റൊരു അറിയിപ്പ് പറയട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ളൊരു കാര്യമാണ്. ധനുരാശിയിൽ കൂടിയാണ് സൂര്യൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ധനുമാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ധനുരാശിയിൽ കൂടിയാണ് സൂര്യൻ കടന്നു പോകുന്നത്. അപ്പോൾ സൂര്യൻ ധനുരാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ എല്ലാ ജാതകരും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ജീവിത വിജയം നേടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വ്യാപാരത്തിൽ വിജയം നേടാൻ പറ്റുന്നു. ചിലരൊക്കെ കേസുകളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഈ ധനുമാസം കടന്നു പോവുക. സൂര്യൻ ധനുമാസത്തിൽ കൂടി ധനുരാശിയിൽ കൂടി കടന്നു പോകുമ്പോഴുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ശനിയുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കന്നിക്കൂറുകാരൊക്കെ സൂക്ഷിക്കണം, കുംഭക്കൂറുകാരും സൂക്ഷിക്കണം. അതൊരു വിഷയമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അഷ്ടമത്തിൽ കൂടി പോകുന്നു. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ശനിയുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ആയുസ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളതും ജ്യോതിഷപരമായ പ്രത്യേകതയായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. ഇനിയും ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. ഉത്തര നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കേട്ട, ഉത്രാടം, ചോതി, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം. ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ഉത്തര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.